ചാനൽ ഫ്ലോറിലിരുന്ന് വിവാദപരവും വംശീയപരവുമായ പരാമർശം നടത്തിയതിന് റിപ്പബ്ലിക് ടിവി മേധാവി അർണബ് ഗോസ്വാമിക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ 20,000 പൗണ്ട് പിഴ വിധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. വർഗീയതയും വംശീയതയും ഒന്നും ഇവിടെ വേണ്ട, അതൊന്നും ബ്രിട്ടനിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ചാനലിന്റെ വിദ്വേഷ ഉള്ളടക്കത്തിന് ചാനലിലൂടെ മാപ്പ് പറയണമെന്നും പിഴയടച്ചില്ലെങ്കിലോ മാപ്പ് പറഞ്ഞില്ലെങ്കിലോ ചാനൽ ഇനി ബ്രിട്ടനിൽ സംരക്ഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നുമാണ് ബ്രിട്ടൻ സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇമ്മാതിരി മാപ്പായിരിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിദ്വേഷ പരാമർശത്തിൽ 280 തവണ ക്ഷമാപണം നടത്താമെന്ന് പറഞ്ഞ് ഓഫ്കോമിന് അർണബ് ഗോസ്വാമി അയച്ച കത്താണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായാണ് ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നിയമലംഘനം സംഭവിക്കുന്നത്. ആദ്യം ഓഫ്കോമിനോട് ക്ഷമാപണം നടത്തുന്ന ചാനൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രേക്ഷകരോട് 280 തവണ മാപ്പ് പറയാൻ തയ്യാറാണെന്നും കത്തിൽ അർണബ് ഗോസ്വാമി പറയുന്നുണ്ട്. 2020 ഫെബ്രുവരി 26-നും ഏപ്രിൽ 9-നും ഇടയിലായി 280 തവണ തങ്ങളുടെ ക്ഷമാപണം ചാനലിൽ സംരക്ഷണം ചെയ്യുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് പറയുന്നത്. കത്ത് പുറത്തു വന്നതോടെ അർണബ് ഗോസ്വാമി മാപ്പ് പറയുന്നതിൽ സവർക്കറുടെ റെക്കോർഡുകൾ തകർത്തെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അർണബ് ഗോസ്വാമിയുടെ ഉടമസ്ഥതയിലുള്ള റിപ്പബ്ലിക് ടിവിയുടെ ഹിന്ദി ചാനലാണ് റിപ്പബ്ലിക് ഭാരത്. 2019 അർണബ് ഗോസ്വാമി അവതരിപ്പിച്ച പുച്ഛാ ഹേ ഭാരത് എന്ന പരിപാടിയിൽ അവതാരകനും അതിഥികളും സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച UK കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്റർ ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഓഫ്കോം, 20,000 പൗണ്ട് പിഴ ചുമത്തുകയായിരുന്നു. പിഴ ചുമത്തിയ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെയാണ് 280 തവണ ക്ഷമാപണം നടത്തുമെന്നറിയിച്ച റിപ്പബ്ലിക് ഭാരത് ഓഫ്കോമിന് കത്തയച്ചത്. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിൽ 2019 സെപ്റ്റംബർ 6-നാണ് വിവാദ പരിപാടി സംരക്ഷണം ചെയ്തത്. പരിപാടിയിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്ന ഭാഷയും പരാമർശങ്ങളും അർണബ് ഉപയോഗിച്ചിരുന്നതായി ഓഫ്കോം റിപ്പബ്ലിക് ഭാരതിന് നൽകിയ നോട്ടീസിൽ പറയുന്നു. പരിപാടി അവതരിപ്പിച്ച റിപ്പബ്ലിക് ടിവി എഡിറ്റർ അർണബും അതിഥിയായി എത്തിയ ആളുകളും പാകിസ്ഥാനിലെ ജനങ്ങളെ അപമാനിച്ചുവെന്നും പരിപാടിയുടെ ഉള്ളടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതായും ഓഫ്കോമിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റിപ്പബ്ലിക് ടിവി എഡിറ്റർ അർണബ് ഗോസ്വാമി പാകിസ്ഥാൻ പ്രതിനിധികളെ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും അവർക്ക് നേരെ ആക്രോശിച്ചുവെന്നും ഓഫ്കോമിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും നേതാക്കളും രാഷ്ട്രീയക്കാരും എന്നുവേണ്ട അവിടുത്തെ കായിക താരങ്ങൾ വരെ തീവ്രവാദികളാണെന്നും അവിടുത്തെ ഓരോ കൊച്ചുകുട്ടിയും തീവ്രവാദിയാണെന്നും ഈ തീവ്രവാദി വിഭാഗത്തോടാണ് നമ്മൾ ഇടപെടുന്നതെന്നുമാണ് അർണബ് പരിപാടിയിൽ പറയുന്നത്. പരിപാടിയിൽ അർണബ് ഉപയോഗിച്ച പാക്കി എന്ന വാക്ക് വംശീയമാണെന്നും ബ്രിട്ടനിലെ കാഴ്ചക്കാർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഓഫ്കോം വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ ശാസ്ത്രജ്ഞരെ വളർത്തിയെടുക്കുന്നു, എന്നാൽ നിങ്ങൾ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു എന്നും അർണബ് പരിപാടിയിൽ പറഞ്ഞു. എന്തായാലും മാപ്പ് പറയലൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്ന് അർണബ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.